അങ്ങനെ ഈ വർഷത്തെ ഓണം യാത്ര ഞങ്ങൾ ഹൈദരാബാദാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഹംപി അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 13-ാം തീയതി വെളുപ്പിന് 3 മണിക്ക് സ്വന്തം വാഹനത്തിൽ തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇറങ്ങി. ഡയറക്റ്റ് ഡ്രൈവ് ചെയ്ത് പോകാനാണ് പ്ലാൻ. സ്റ്റേ ഒന്നും ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ഡ്രൈവ് ചെയ്യുക, പിന്നെ ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും അങ്ങനെയുള്ള റെസ്റ്റ് മാത്രമേ എടുത്തുള്ളൂ. ഡയറക്റ്റ് ഡ്രൈവ് ചെയ്ത് നമ്മൾ 14-ാം തീയതി വെളുപ്പിന് 3 മണിയായപ്പോൾ ഹൈദരാബാദ് എത്തി. അപ്പോൾ അവിടെ റൂമുകൾക്കെല്ലാം അന്നേരം നല്ല റേറ്റായിരുന്നു. ഓണം വെക്കേഷൻ, പിന്നെ വരുന്ന അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ നബിദിനവും ഗണപതി വിസർജനം അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ മൊത്തത്തിൽ ഒരു റെൻറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ പോയാണ് റൂം എടുത്തത്. അവിടെ നമുക്ക് 1000 രൂപയ്ക്ക് റൂം ലഭിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ബിർള മന്ദിർ, ബിർള പ്ലാനറ്റോറിയം ഇതായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ ബിർള മന്ദിർ മുൻപ് കണ്ടിട്ടുണ്ട്. അതുപോലെ അവിടെ എനിക്ക് വേറെ ചെറിയ ആവശ്യങ്ങളുണ്ടായതിൻ്റെ പേരിൽ ബിർള മന്ദിർ, ബിർള പ്ലാനറ്റോറിയം നമ്മൾ മിസ് ചെയ്തു. അപ്പോൾ അത് ആദ്യം വിസിറ്റ് ചെയ്യുക. അവിടെ പോയാൽ ആദ്യത്തെ ദിവസം ചെയ്യേണ്ടത് ബിർള മന്ദിർ, ബിർള പ്ലാനറ്റോറിയം നിങ്ങൾ കാണുക. അത് രണ്ടും കണ്ടതിന് ശേഷം നിങ്ങൾ ചാർമിനാർ വിസിറ്റ് ചെയ്യാനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ചാർമിനാറാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചാർമിനാർ പോകുന്നവർ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനം പെയ്ഡ് പാർക്ക് അവിടെ ഉണ്ട്. പെയ്ഡ് പാർക്കിൽ പാർക്ക് ചെയ്യുക. ജസ്റ്റ് നടന്ന് ഒരു 20 മീറ്ററോളം നടന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ചാർമിനാറിലോട്ട് കയറാൻ പറ്റും. ചാർമിനാർ കണ്ട് അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇപ്പം മുകളിൽ ഓപ്പണാണ്, മുകളിൽ തുറന്നു കൊടുക്കും, മുകളിൽ കയറാൻ പറ്റും. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെയാണ് മെക്ക മസ്ജിദ് ഉള്ളത്. അപ്പോൾ മെക്ക മസ്ജിദ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫോട്ടോയിൽ ഈ കാണുന്നതാണ് മെക്ക മസ്ജിദ്. ഇത് വിസിറ്റ് ചെയ്യുക. ഇത് തൊട്ടടുത്ത് തന്നെയാണ്, ചാർമിനാറിൻ്റെ തൊട്ട് വെളിയിൽ തന്നെയാണ് മെക്ക മസ്ജിദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദുകളിലൊന്നാണ്. ഹൈദരാബാദിലെ ഏറ്റവും വലിയ മസ്ജിദാണ്. ഏകദേശം 10,000 പീപ്പിളോളം ഒരു സമയത്ത് അതിനകത്ത് കൊള്ളും, അത്ര ആളുകൾ കൊള്ളും. ഇതൊക്കെ അവിടെ കാണുന്നത് ബസാറുകളാണ്. ഇവിടുന്ന് മുമ്പോട്ട് പോകുന്നതാണ് ലാഡ് ബസാർ എന്ന് പറയുന്ന ബസാറുണ്ട്. അത് വലിയൊരു ബസാറാണ്. അത് നിങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇതെല്ലാം മക്ക മസ്ജിദിൻ്റെ വ്യൂ ആണ്. മക്ക മസ്ജിദ് പുരാതനമായ ഈ മക്ക മസ്ജിദിൻ്റെ പേര് വരാനുള്ള കാര്യം മക്കയിൽ നിന്നുകൊണ്ട് മണ്ണുകൊണ്ടാണ് ഇതിൻ്റെ നടുവശത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പേരിലാണ് മക്ക മസ്ജിദ് എന്ന് പേര് വീണത്. അവിടെ നിന്ന് നിങ്ങൾ അടുത്ത് പോകേണ്ടത് ചൗമഹല്ല പാലസാണ്. ഇത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പാലസാണ്. അതിമനോഹരമായ പാലസാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. 2-3 ചെറിയ പാലസുകളുണ്ട്. പഴയ ഓൾഡ് ടൈമിലുള്ള കുറച്ച് കാറുകളുടെ ശേഖരമുണ്ട്. അതൊരു കണ്ണാടി കൂട്ടിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കത് കാണാൻ പറ്റും. അതിമനോഹരമായ കാഴ്ചയാണ് ചൗമഹല്ല പാലസിനകത്ത് കാണാനുള്ളത്. ഹൈദരാബാദ് വരുന്നവർ ഒരിക്കലും ഈ ചൗമഹല്ല പാലസ് മിസ് ചെയ്യരുത്. കാരണം നല്ലൊരു കാഴ്ചയാണ്. ഇതെല്ലാം ചൗമഹല്ല പാലസിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളാണ്. ആ ഒരു കോമ്പൗണ്ടിനകത്ത് ഉള്ള ദൃശ്യങ്ങളാണ്. ഇതിനകത്ത് തന്നെ ചെറിയ 2-3 പാലസുകൾ, ചെറിയ കുറച്ച് പാലസുകളുണ്ട്. കാണാൻ നല്ല രസമാണ്. അതിനുശേഷം നിങ്ങൾ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യുക. Day 1 സ്റ്റേ ചെയ്യുക. Day 2 രാവിലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സലാർജംഗ് മ്യൂസിയമാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. നല്ലൊരു മ്യൂസിയം. രാവിലെ 9 മണിക്ക് ആണ് തോന്നുന്നു ഓപ്പൺ. അത് ഡയറക്റ്റ് ഞങ്ങളവിടെ 8 മണിയായപ്പോൾ ചെന്നു. അപ്പോൾ അവിടെ ഓപ്പൺ അല്ല, ജസ്റ്റ് കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. ഗേറ്റിന് വെളിയിൽ ക്യൂ നിൽപ്പുണ്ട്. നല്ല ചെക്കിംഗ് ആണ്. അവിടെ അകത്ത് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ വാഹനമകത്ത് പാർക്ക് ചെയ്യാം. ഫുഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആ കോമ്പൗണ്ടിനകത്ത് നമുക്ക് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം അതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ ഇത് 2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് കാണാനുള്ളതുണ്ട് ഇതിനകത്ത്. കാരണം അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാണാൻ. നമുക്ക് ഓരോ റൂം വൈസാണ്, ഓരോ റൂമുകളുണ്ട്. ഓരോ റൂമിലും കാണാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മസ്റ്റായിട്ടും കണ്ടിരിക്കണം. അതേപോലെ റൂം നമ്പർ നോക്കി തന്നെ കയറണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റാം. 1, 2, 3 അങ്ങനെ റൂം നമ്പറുണ്ട്. ചിലപ്പോൾ നമ്മൾ 20 കയറിയിട്ട് ഇറങ്ങുമ്പോൾ കാണുന്നത് 19 ആയിരിക്കും. നമ്മൾ വീണ്ടും അതിനകത്ത് നിന്ന് കയറും. പിന്നെ അതിനകത്ത് ഇറങ്ങുമ്പോൾ കാണുന്നത് 20 ആയിരിക്കും. പിന്നെ നമ്മൾ 20 കയറും. അപ്പോൾ നിങ്ങൾ എപ്പോഴും റൂം നമ്പർ നോക്കി കയറുക. അപ്പോൾ റൂം നമ്പർ നോക്കിയാൽ പല നിലകളിലായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റത്തില്ല. ആ റൂം നമ്പേഴ്സ് നോക്കിപ്പോയാൽ മതി. ഈ സലാർജംഗ് മ്യൂസിയം മിസ്സാക്കരുത്. അതിനുശേഷം നമ്മൾ കാണാൻ പോകേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ചാർമിനാർ, മക്ക മസ്ജിദ്, ഗോൾക്കൊണ്ട ഫോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഗോൾക്കൊണ്ട ഫോർട്ടിലാണ് നടത്താൻ പോകേണ്ടത്. ഇതാണ് ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഒരു എൻട്രി ഗേറ്റ്. ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് റോഡ് പോയിട്ടുണ്ട്. ഇതങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗോൾക്കൊണ്ട ഫോർട്ടിനകത്ത് കയറാം. ഇത് ഇച്ചിരി നടക്കാനുണ്ട്. ഇത് ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ മുകൾ വശമാണ്. നടക്കാനുണ്ട്. നല്ല രീതിയിൽ നടന്ന് മേളിൽ കയറണം. പ്രായമുള്ളവർ നോക്കുക, കുഴപ്പമില്ല, നടന്ന് കയറാമെന്നുള്ള. അവിടെ ചായ, വെള്ളം എല്ലാം കിട്ടും. എല്ലാത്തിനും ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും. അവർ താഴെ നിന്ന് ചുമന്ന് മേളിൽ കൊണ്ടുവെക്കുന്നതിൻ്റെ ആയിരിക്കാം റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ അതിമനോഹരമായ ദൃശ്യമാണ് ഗോൾക്കൊണ്ട ഫോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇത് കാണാൻ കഴിയുന്നത്. പഴയൊരു ഫോർട്ടാണ്. ഇതിൽ ബാക്കിയുള്ള ഇതിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് അടുത്തുള്ള
എപ്പിസോഡുകൾ നമ്മൾ ഇടുന്നതാണ്. ഓരോന്നും ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ പ്രത്യേകിച്ച് വീഡിയോ, സലാർജംഗ് മ്യൂസിയത്തിൻ്റെ സെപ്പറേറ്റ് വീഡിയോ, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോസാക്കി നമ്മൾ ഇടുന്നതാണ്. റാമോജി ഫിലിം സിറ്റിയുടെ ഉണ്ട്, എല്ലാം നമ്മൾ സെപ്പറേറ്റാണ് ഇടുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് 3 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ പറ്റിയുള്ളൊരു ചെറു വിശദീകരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ട് കണ്ടു കഴിഞ്ഞിട്ട് അടുത്തത് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കുത്തബ് ഷാഹി ടോംസാണ്. കുറച്ച് ടോംബുകളുടെ ഒരു ഏരിയയാണ് കുത്തബ് ഷാഹി ടോംസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ ഈ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഏരിയകളാണ്. ഈ കാണുന്നതെല്ലാം ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പോകേണ്ടതാണ് കുത്തബ് ഷാഹി ടോംസ്. ഇതാണ് ടോംബ്. അതിനകത്ത് ഒരു ടോംബാണിത്. ഇത് കണക്ക് അനേകം ടോംസ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു കോമ്പൗണ്ടിൽ അനേകം ടോംസ് ഉണ്ട്. കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്, കുറച്ച് റിനോവേഷൻ നടക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് നശിച്ചു കിടക്കുന്ന ഇതൊക്കെയാണ്, പക്ഷേ കുറേയൊക്കെ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കുത്തബ് ഷാഹി ടോംസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് നടന്ന് കാണാൻ ഒരുപാട് നടക്കാനുണ്ട്. ഓരോ ഇങ്ങനെ പാതകൾ അതോടെ നിർമ്മിച്ചിട്ടുണ്ട്, ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നടന്ന് ഇങ്ങനെ ഒരുപാട് കാണാനുണ്ട്. എല്ലാം ടോംസുകളാണ്, പഴയ ഓരോ കുത്തബ് ഷാഹി കുടുംബത്തിൻ്റെ ടോംസാണ്. അതിനുശേഷം നമ്മൾ വരുന്നതാണ് ഹുസൈൻ സാഗർ. ഇവിടെ ഈ വൈകുന്നേരങ്ങൾ വരുന്നതായിരിക്കും നല്ലത്, കാരണം നല്ല വെയിലാണ്. ആ കാണുന്നത് സെക്രട്ടേറിയറ്റാണ്, തെലങ്കാന സെക്രട്ടേറിയറ്റാണ്. അപ്പോൾ ഈ മനുഷ്യനിർമ്മിത തടാകമാണ് ഈ ഹുസൈൻ സാഗർ. അതിന് നടുക്കൊരു ബുദ്ധ സ്റ്റാച്യു ഉണ്ട്. ഇതാണ് ബുദ്ധ സ്റ്റാച്യു. അപ്പോൾ ഈ സ്റ്റാച്യു നമുക്ക് പോകാൻ ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് 100 രൂപ കൊടുത്താൽ നമുക്ക് ബോട്ടിംഗ് ചെയ്യാം. അവിടെ ചെന്നിട്ട് നമുക്ക് ഇതെല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും കരയിലെത്താം. അവിടെ എത്തിയാൽ നമുക്ക് പിന്നെ വെളിയിൽ ഇറങ്ങിയാൽ നമുക്ക് സെക്രട്ടേറിയറ്റ് കാണാം. ഇതാണ് തെലങ്കാന സെക്രട്ടേറിയറ്റ്. അതിമനോഹരമാണ് രാത്രി ദൃശ്യത്തിൻ്റെ. അതിമനോഹരമാണ്. നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന കണക്കല്ല, ഡയറക്റ്റ് കാണുമ്പോൾ ഇച്ചിരി മനോഹരമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് NTR ഗാർഡനും നെക്ലസ് റോഡും, ഇതെല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് സെക്രട്ടേറിയറ്റിൻ്റെ വ്യൂസാണ്. ഇത് രാത്രി ഇതിന് ഫുള്ള് ലൈറ്റായിരിക്കും, ഫുൾ ഇതിൻ്റെ ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പോകേണ്ടതാണ് NTR ഗാർഡൻ എന്ന് പറയും. ഇതാണ് NTR ഗാർഡൻ. ഇതും അതിമനോഹരമായ ഗാർഡനാണ്. കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു ഗാർഡനാണ്. ഇതും കണ്ടതിന് ശേഷം നമ്മൾ നെക്ലസ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് നേരെ അന്ന് സ്റ്റേ ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയും അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ തേർഡ് ഡേ നമ്മൾ ഫുൾ ടൈം റാമോജി ഫിലിം സിറ്റിയിലേക്കാണ് മാറ്റേണ്ടത്. കാരണം അത് രാവിലെ 9 മണിക്ക് ഓപ്പൺ ആയാൽ വൈകുന്നേരം 6:30 വരെ അതിനകത്ത് നമുക്ക് കാണാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇതിൻ്റെ വിശദീകരിച്ചുള്ളൊരു വീഡിയോ വരുന്നതാണ്. റാമോജി ഫിലിം സിറ്റിയുടെയും എല്ലാം വിശദീകരിച്ചുള്ളൊരു വീഡിയോ വരുന്നതാണ്. അതിമനോഹരമാണ് റാമോജി ഫിലിം സിറ്റി. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമുക്ക് ഒരു 5 ദിവസം കൊണ്ട് ഹൈദരാബാദ് കവർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോസിൽ ഓരോ സ്ഥലങ്ങളുടെ സെപ്പറേറ്റുള്ള വിശദീകരിച്ചുള്ള വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.